ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ഈ 8 വർഷം 2018 2026 8 വർഷം എടുത്തോ ജനങ്ങളുടെ ആഗ്രഹം എന്താണ്? ജനവികാരം മനസ്സിലാക്കാൻ CPM എന്ന പാർട്ടിക്ക് അടുത്ത മാസം തെരഞ്ഞെടുപ്പല്ലേ, സ്വാഭാവികമായിട്ടും ജനവികാരം മനസ്സിലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വഴിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ അപ്പുറത്തേക്ക് നാളിതുവരെ ഇടതുപക്ഷ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ സ്ത്രീ സംരക്ഷണമാകട്ടെ, ആചാര സംരക്ഷണമാകട്ടെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാകട്ടെ, അങ്ങനെയുള്ളൊരു ജനവികാരമുള്ളൊരു ഹൃദയപക്ഷത്തുള്ളൊരു ഇടതുപക്ഷ ഗവൺമെൻറ്റായിട്ട് നമുക്ക് ഒരിക്കലും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ വിലയിരുത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ, ജനവികാരം മാനിച്ചിരുന്നുവെങ്കിൽ, ജനങ്ങളുടെ ഈ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ, ഒരു മതേതര സംസ്കാരമുള്ള ഒരു നാട്ടിൽ, ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഒരു സാമാന്യന് ശബരിമല വിഷയത്തിൽ ഒരു നല്ല ശരിയായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് വളരെ മുൻപ് തന്നെ ഈ ഒരു നിലപാടിലേക്ക് ഗവൺമെൻറ് വരുമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ, നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച്, കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണെങ്കിലും സ്വാഭാവികമാണ് ആദ്യം ഒരു വിഷയം വരുമ്പോൾ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകൾ അവിടെ വേണോ വേണ്ടയോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ അതൊരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് മൈ പേഴ്സണൽ വ്യൂ പോയിന്റ് ഈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാചകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു, എല്ലാ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശേഷം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിക്കുകയും കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ഒരിടമല്ല ശബരിമല. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ആചാരപരമായ ചില വിശ്വാസങ്ങൾക്ക് നമ്മൾ ബഹുമാനം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ അംഗീകരിക്കേണ്ട വസ്തുത. അവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി ആണെങ്കിലും ജനങ്ങൾക്കൊപ്പമുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ അടുപ്പിച്ച് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു 9 ബെഞ്ച് ജഡ്ജ്മെന്റുള്ള ഒരു കേസ്, ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് വരുമ്പോൾ അവിടെ ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നതാണ് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ നേട്ടമുണ്ടാക്കാൻ കാരണം എന്നുള്ളത് മാത്രമാണ് ഇങ്ങനൊരു. ഞാനീ സംസാരിക്കുന്നത് എൻ്റെ പ്രേക്ഷകരുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കാണും അല്ലേ, പ്രഖ്യാപനം, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഒരു പക്ഷേ. അല്ലെങ്കിൽ എൻ്റെ സംസാരം നിങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി അതിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ചർച്ചകൾ എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഈ വിഷയങ്ങളിൽ എനിക്ക് വലിയ അത്ഭുതമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു നേതാവിനെ കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ. സാധാരണഗതിയിൽ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്തെങ്കിലും ഈ പറയുന്ന സ്ത്രീകളെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ പുരുഷന്മാരെ അങ്ങനെ ആക്കി അങ്ങനെ എന്നൊക്കെ. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ, സ്ത്രീ സമൂഹത്തിൽ നിന്ന് മുഖ്യധാരയിലേക്ക് എത്തുന്ന ആളുകളുടെ ഒരു ക്യാപ്പബിലിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും ശരി കേട്ടോ, സ്വാഭാവികമായിട്ടും അവരുടെ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബിലോ ആവറേജ് എന്നതായിരിക്കും സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അത് സ്ത്രീകളുടെ ഒരു കുറ്റമൊന്നുമല്ല, അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ പല കാരണങ്ങളുള്ളത് കൊണ്ടാണ് ഇവർ പലപ്പോഴും ഈ ബിലോ ആവറേജ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്. അതൊരു സ്ത്രീകളുടെ ഒരു കുറ്റമായിട്ട് ഞാനതിനെ കാണുന്നില്ല. അത് പൊതുവെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പോരായ്മയാണ് അത് എന്നുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക, പെടുന്നനെ വന്ന പൊതുപ്രവർത്തകല്ല, നിലവിൽ പൊതുപ്രവർത്തകയായിട്ടുള്ള ഒരാൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ പലപ്പോഴും പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും വളരെ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി അവർക്ക് അവരുടെ നിലപാടുകൾ പറയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശബരിമല സ്ത്രീ വിഷയത്തിലാണ്. കഴിഞ്ഞ ദിവസം NDTVയുടെ ഒരു കോൺക്ലേവ്, പ്രീ ഇലക്ഷൻ കേരളം എന്ന് പറയുന്ന ഒരു കോൺക്ലേവിൽ അവിടെയും സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ശബരിമല വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നത് എന്താ, മതപണ്ഡിതന്മാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന്.
എന്നാൽ ഈ നിലപാട് എന്തുകൊണ്ട് 2018 ഈ മതപണ്ഡിതന്മാർ തീരുമാനമെടുക്കണമെന്നുള്ള നിലപാട് എടുത്തില്ല? അന്ന് ഇതായിരുന്നില്ലല്ലോ നിലപാട്. അന്ന് ഞങ്ങൾ കോടതി പറഞ്ഞതിനോടൊപ്പം ഇപ്പോൾ ഈ നിലപാട് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? കോടതി പറഞ്ഞാലും കോടതിയിൽ നമ്മുടെ നിലപാട് പറയാലോ. അതിനുള്ള അവസരം ഉള്ളതുകൊണ്ടാണല്ലോ 2026 ഇങ്ങനെ ഒരു നിലപാട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അന്നും ഈ നിലപാട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം ഇത് എന്നൊക്കെ പറയുന്നത് അത് ഈ പറയുന്ന എല്ലായിടത്തും പ്രായോഗികമാണോ? ആണോ? എന്നാ എന്തേ അത്ര തുല്യത അങ്ങനെ അനുവദിച്ച് നൽകുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെങ്കിൽ എന്തേ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു സ്ത്രീയെ ഇതുവരെ എത്തിക്കാത്തത്? ഇനി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇന്ദിര ഒരു സ്ത്രീയാണെന്നോ ചോദിച്ചാൽ അവർ ബയോളജിക്കലി ഒരു സ്ത്രീ ആയിരിക്കും. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് വൈസ്, അവരുടെ പ്രവൃത്തി വൈസ് അവരൊരു സ്ത്രീ ആയിരുന്നില്ല എന്നുള്ളതാ. അവർ പക്ക ഒരു പുരുഷനെ കവച്ച് വെക്കുന്ന ആർജവവും നട്ടലുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവർ. അതുകൊണ്ട് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലെത്തിയേ. എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ അതിനുശേഷം ഒരു സ്ത്രീ എത്താത്തത്? എന്താ എത്താത്തത്? അപ്പം നിങ്ങൾ ചോദിക്കും പ്രസിഡൻ്റ് ആക്കിയില്ലേ എന്ന്. പ്രസിഡൻ്റ് ആക്കും. പ്രസിഡൻറ്റും സംഭവം പ്രസിഡൻ്റ് ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനും പ്രസിഡൻ്റാണ്, ശരിയാണ്. പേരിന് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ പ്രസിഡൻ്റാണോ പ്രഥമ? അല്ല. അങ്ങനെ പറയാൻ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് സ്ത്രീയൊക്കെ വരും. അത് ആ പ്രസിഡൻ്റ് പദവിക്ക് അങ്ങനെയാണ്. ആ പദവി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീകളെ എന്തുകൊണ്ട് ആ സ്ത്രീകളെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രസിഡന്റ് പദവി അത്ര മഹത്തരമായിട്ട് അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു പദവി ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ പദവിയിലേക്ക് സ്ത്രീകളെ നിയമിക്കുന്ന ആളുകൾ, ഈ പാർട്ടി ഏതും ആയിക്കോട്ടെ, ആ ആളുകളെ, പ്രസിഡന്റ് പദവിയിലിരുത്തുന്ന ആളുകളെ പിടിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇരുത്താൻ തയ്യാറാവാത്തത് എന്തേ? എന്തുകൊണ്ടാണ് അതിന് തയ്യാറാവാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഞാനൊരു സ്ത്രീകളുടെ കുഴപ്പമായിട്ട് പറയുന്നതല്ല കേട്ടോ. അവർക്ക് കുറവുകളുണ്ടെന്നോ പോരായ്മകളുണ്ടോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതല്ല. അത് നാച്ചുറലായിട്ട് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളിനി എത്രയൊക്കെ തുല്യതയിലേക്ക് കൊണ്ടുവരാൻ നിന്നാലും ഈ തുല്യതയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം തന്നെ ഒരു സംശയമാണ്. 2, തുല്യതയാണോ വേണ്ടത്? അല്ലല്ലോ. അതിനേക്കാൾ മുകളിലെത്താനല്ലേ ശ്രമിക്കേണ്ടത്, അല്ലേ? അല്ലാതെ അയാളോടൊപ്പം അല്ല, പുരുഷനോടൊപ്പമല്ല, പുരുഷന് മുകളിലെത്തണം. അപ്പോൾ സ്ത്രീ എവിടെയാണ് നിൽക്കുന്നത്? അപ്പോൾ സ്ത്രീക്കുള്ള സ്ഥാനം എവിടെയാ? അത് പുരുഷന് മുകളിൽ തന്നെയാണ്. അല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ ഈ സ്ഥാനവും ഈ മാനവും നിർണയിക്കുന്നതിലെ അജണ്ടകളിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് ചിലർ സ്ത്രീകളെ ഈ പറയുന്ന രീതിയിൽ ബെഡക്കാക്കി തനിക്കാക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ സ്ത്രീകളെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ സോറി നമ്മൾ വിഷയം മാറിപ്പോവുകയാണ് പറഞ്ഞു വരുമ്പോൾ. ഒന്നാമത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യത്തിലുള്ള സംസാരമാകുമ്പോൾ പല രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ പറഞ്ഞു വന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മ നമുക്കൊരു അത്ഭുതമായി മാറുകയാണ്. അപ്പോൾ അത് പറയുമ്പോഴാണ് ഈ വേറെ ടോപ്പിക്കുകളിലൊക്കെ പോയത്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ അത്ഭുതമായി മാറുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് കേരളത്തിലെ പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇത്രയധികം ക്ലാരിറ്റിയോടുകൂടി നിലപാടുകൾ പറയാൻ കഴിയുകയും അതിനനുസരിച്ച് നിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടോ? ഒരു വ്യക്തികളുണ്ടോ ചോദിച്ചാൽ ഉണ്ടാകും. വ്യക്തികളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുൻപന്തിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഉണ്ടാകുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആൻഡ് അവർക്ക് ഈ ക്ലാരിറ്റി ഉണ്ട്, നിലപാടുകളിൽ ക്ലാരിറ്റി ഉണ്ട് എന്നതിനപ്പുറം അവർക്ക് എല്ലാത്തിനെക്കുറിച്ചും ധാരണ അവർക്കുണ്ട്. അല്ലെങ്കിൽ ആ ധാരണ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതാണ് അവരെ വ്യത്യസ്തമാക്കുന്നത്. എന്തൊരു കാര്യത്തെക്കുറിച്ചും അവർ എവിടെയാണോ സംസാരിക്കാൻ പോകുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ ഒരു ചാനലിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അവർ ഒരുപാട് പഴയ കാര്യങ്ങളെക്കുറിച്ച്, പഴയ കേസുകളെക്കുറിച്ച്, സുപ്രീം കോടതിയുടെ പഴയ പരാമർശങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ അവർ
ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം അവർ ശബരിമല വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെക്കുറിച്ചും ഇത്ര കൃത്യമായി അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ CPI നേതാവായിരുന്ന അവർ അന്ന് രാഹുൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇനി അന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും ഇന്നലെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അവരതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അല്ലാതെ ഞഞ്ഞാ പിഞ്ഞാ ബഞ്ഞാ പുഞ്ഞാ പറഞ്ഞിട്ട് പോവുകയല്ല, ബബ്ബബ്ബ അടിക്കുന്ന ഏർപ്പാടുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് കുറച്ച് കൂടുതലുണ്ട്. അതിപ്പോൾ ഇനി ഭാഷയാണെങ്കിലും ശരി, പറയുന്ന വിഷയങ്ങളാണെങ്കിലും ശരി, നിലപാടുകളാണെങ്കിലും ശരി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു യെസ് ഷുവർ ഈ സ്ത്രീക്ക് ഒരു എല്ല് കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നെ കേട്ട എൻ്റെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു, അങ്ങനെ പറയരുതായിരുന്നു, ഒരു എല്ല് കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ എന്ന്. അപ്പോൾ ഞാൻ ഈ എല്ല് കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു ആർജവമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലേ? അവനൊരു എല്ല് കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ അവൻ അതിനുള്ള ഒരു തൻ്റെ ഇടമുണ്ട്, ആർജവമുണ്ട്, നിലപാടുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞ ഞാനത് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞതുമാണ്. അപ്പോൾ ഈ പറയുന്ന അവർക്കൊരു ഒരു എക്സ്ട്രാ ബോൺ എന്ന് പറയുന്നത് അത് അവരുടെ ക്ലാരിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മളൊരു ആലങ്കാരികമായ പ്രയോഗം നടത്തി അതിനെ ഉപമിച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവരൊരു എല്ല് കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ അവരൊരു മോശമാക്കുന്ന രീതിയിലല്ല. അവർക്ക് എന്തൊരു വിഷയത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ക്ലാരിറ്റി മാത്രമല്ല, അവർക്ക് ഒരു നട്ടെല്ല് കൂടിയുണ്ട്. ഇപ്പം ഞാനത് പറയാനുള്ള കാരണം, ഈ രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ റിപ്പോർട്ടർ TV-യിലെ ഒരു മാധ്യമപ്രവർത്തക സോക്കോൾഡ് മാപ്ര എന്ത് വിളിച്ചു, ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ ബന്ധപ്പെട്ടിട്ട് അവരെ ഒരു സാങ്കല്പിക ഇരയാക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അവിടെ അന്ന് പരാതിക്കാരില്ല, ഒന്നുമില്ലാതെ വെറും ആരോപണങ്ങൾ മാത്രം നിലനിൽക്കുന്ന കാലമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അന്നൊരു പരാതിക്കാരിയെ ഉണ്ടാക്കാനുള്ള ശ്രമം റിപ്പോർട്ടർ TV നടത്തിയപ്പോൾ അന്ന് ആ റിപ്പോർട്ടർ TV-യുടെ ആ ഒരു ആവശ്യത്തോട് നോ പറയുകയും ചെയ്തു. അതോടൊപ്പം എന്നെ ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അജണ്ട പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ക്ലാരിറ്റി മാത്രമല്ല, അവർക്ക് ഈ നട്ടെല്ല് കൂടിയുണ്ട്. ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് നോ പറയാൻ കഴിഞ്ഞത്. രണ്ടാമത്തത് നട്ടെല്ല്, അതൊരു എക്സ്ട്രാ പവറുള്ള നട്ടെല്ലുള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പൊതുസമൂഹത്തിൽ വന്ന് വിളിച്ചു പറയാൻ അവർക്ക് സാധിച്ചത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ ഇവർ സമീപിച്ചിട്ടുണ്ട്. എല്ലാവരും യെസ് പറഞ്ഞു എന്നല്ല, അതിൽ പലരും നോയാണ് പറഞ്ഞത്. ആ നോ പറഞ്ഞിട്ടും പലരും വാ തുറന്നില്ല. പക്ഷേ നോ പറഞ്ഞപ്പോഴും അത് പൊതുമധ്യത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തി ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മ പലപ്പോഴും എനിക്ക് തോന്നുന്നു CPI എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്ത് അവരുടെ ടാലൻറ്റ് കൊണ്ട് അവർ എത്രയോ മികച്ച ഒരു നേതാവായി മാറുമെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന്, കണക്കുകൂട്ടിൽ നിന്ന് അവരടിച്ചമർത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അവരിന്ന് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയപ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് അവരുടേതായ സ്വത്വത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു വെക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സംസാരങ്ങൾ ഞാൻ എപ്പോഴും എല്ലായിടത്തും ശ്രദ്ധിക്കും. ശ്രീനാദേവി കുഞ്ഞമ്മ സംസാരിക്കുന്ന എന്ത് വിഷയമാണെങ്കിലും ഞാൻ കാതുകൂർപ്പിച്ച് കേൾക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു ക്ലാരിറ്റി തന്നെയാണ്. ക്ലാരിറ്റിക്കപ്പുറം അവർക്ക് നല്ലൊരു കാര്യങ്ങൾ മനസ്സിലാക്കി നിരീക്ഷിച്ച് പഠിച്ച് വന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രത്യേക എബിലിറ്റിയും അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് അതിനെ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ പട്ടിക പ്രഖ്യാപനം വരുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയും ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.